താമസിച്ചിരുന്ന ആളുകളുണ്ട്. 2021 ജനുവരി മാസം 90 ഇപ്പോൾ ദർബാർ ഹാളിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നതിൻ്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ദർബാർ ഹാളിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. VS എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ ആശുപത്രിയിൽ ഒരുക്കിയതിനു ശേഷം VSനോടൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ AKG സെന്ററിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ ഇതാ ദർബാർ ഹാളിൽ VS എത്തുന്നതിന് മുൻപേ പിണറായി വിജയൻ എത്തുന്നു. പിണറായി വിജയന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ, പക്ഷേ VS അച്യുതാനന്ദന് മുൻപേ തന്നെ പിണറായി ഇന്നിപ്പോൾ ദർബാർ ഹാളിൽ എത്തുന്ന കാഴ്ച. ഇപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി എല്ലാം നോക്കുകയാണ്. VS അച്യുതാനന്ദനെ കിടത്തുന്ന സ്ഥലം ഏതാണ് എന്നതുകൂടി പരിശോധിക്കുകയാണ് മുഖ്യമന്ത്രി. നേരിട്ടു തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് നേതൃത്വം കൊടുക്കുന്നു. VSന്റെ മടക്കയാത്രയിൽ നേരിട്ടുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ്. ഇപ്പോൾ P. രാജീവ് അടക്കമുള്ളവരുണ്ട്. അവസാന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. എങ്ങനെയാണ് ആളുകൾ വരുന്നത്, എങ്ങനെയാണ് ആളുകൾ മടങ്ങുന്നത്, ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിശദീകരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി P. രാജീവ്, ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, MV ജയരാജൻ തുടങ്ങിയവരുണ്ട്. അമരതാരകമായി VS ദർബാർ ഹാളിൽ നിന്ന് വിടവാങ്ങാൻ പോവുകയാണ്. നേരിട്ട് മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നത് വിലയിരുത്തുന്നു. വളരെ കൃത്യമായി ചിട്ടയായി തന്നെയാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ ഒരു ആൾക്കൂട്ടമുണ്ടാവും. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്താനായി ദർബാർ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ ദർബാർ ഹാളിലേക്ക് VSനെ കൊണ്ടുവരും. VSനെ പൊതുദർശനത്തിന് തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനവട്ട ഒരുക്കങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായാൽ 9 മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. 2:30 മണിവരെയാണ് ദർബാർ ഹാളിൽ ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും ദർബാർ ഹാളിൽ തന്നെ ഉണ്ടാവും. മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യപരമായ ചില വെല്ലുവിളികളുണ്ട് എന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. പക്ഷേ അപ്പോഴും തൻ്റെ പ്രിയ സഖാവിനോടൊപ്പം അന്ത്യയാത്രയിലുടനീളം ഇന്നലെ ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ VSനോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ VSനെ ദർബാർ ഹാളിലേക്ക് എത്തിക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. ആംബുലൻസ് തയ്യാറാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കൊടുക്കാം. ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. അവിടെ എല്ലാം തയ്യാറാണ് VSന്റെ മടക്കത്തിനായി. ഇനി ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് VS മടങ്ങി വരില്ല. 2021 ജനുവരി മാസത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ഒഴിഞ്ഞതിനു ശേഷം 96-ാമത്തെ വയസ്സിലാണ് പ്രായം തളർത്തി തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് വരുന്നത്. നോക്കൂ, ഇതിനകം തന്നെ വലിയ നിര ഈ സെക്രട്ടേറിയറ്റിന് പുറത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം. വലിയ ഒരു നിര ഇതിനകം തന്നെ കുടചൂടി നിൽക്കുന്ന മനുഷ്യരാണ്. ഈ മനുഷ്യർ ഇന്നലെ രാത്രിയിൽ തന്നെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്ന മനുഷ്യരാണ്. അവർ VSനെ ഒരു നോക്ക് കാണാനെത്തിയ മനുഷ്യരാണ്. ഗ്രാമങ്ങളിൽ നിന്ന്, മലയോരങ്ങളിൽ നിന്ന് എത്തിയ മനുഷ്യരാണ്. അവിടെ VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയിരിക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ VSനെയും വഹിച്ചുകൊണ്ട് പോകുന്ന ആംബുലൻസിൻ്റെ ക്രമീകരണങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ഇപ്പോൾ ദർബാർ ഹാളിലും വലിയ ക്രമീകരണങ്ങൾ ഉണ്ട്. സെക്രട്ടേറിയറ്റിന് പുറത്ത് ഒരു വലിയ ക്യൂ ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇന്നലെ രാത്രി മുതൽ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തിയ ജനം ഒരു വലിയ വരിയായി, ഒരു വലിയ നിരയായി ഇപ്പോൾ ദർബാർ ഹാളിന് പുറത്തുണ്ട്. വീട്ടിലെ ക്രമീകരണങ്ങൾ എന്താണ്? ഇപ്പോൾ ഏറെക്കുറെ എല്ലാം കൃത്യമായ സമയത്ത് നടക്കും എന്ന മട്ടിലാണോ കാര്യങ്ങൾ? സമയം 8:39. അല്പസമയത്തിനുള്ളിൽ VSനെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകാനാകുമോ?
ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ തന്നെ VS-നെ ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ക്രമീകരണങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിയും MV ഗോവിന്ദനും MA ബേബിയും അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട്. ഒപ്പം ജില്ലാ നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തി. നേരത്തെ മുഖ്യമന്ത്രി ഇവിടെ എത്തി മടങ്ങി നേരെ ദർബാർ ഹാളിലേക്ക് പോവുകയും അവിടുത്തെയും ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ, അതായത് ഈ ആംബുലൻസ് വീടിനകത്തേക്ക് കയറ്റി ഇപ്പോൾ തന്നെ ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അതിനുശേഷം നേരെ പോവുകയാണ്. ഇവിടെയും നല്ല മഴയുണ്ട്. ഇപ്പോൾ അദ്ദേഹം വേലിക്കകത്ത് വീടിനോട് വിട പറയുകയാണ്. തിരുവനന്തപുരത്തെ വസതി എന്ന നിലയ്ക്ക്, മകൻ്റെ വസതി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഏറെ അടുപ്പമുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്